ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു പറയാം കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ ഒരു 7 മണിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സ് എഴുതാൻ പോവുകയാണ്. ലൈസൻസ് എടുക്കണമെന്ന് വലിയ വാശിയോടെ തന്നെ നടക്കുകയാണ് ഞാൻ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറി അങ്ങനെ പോകുന്ന വഴി മെഡിക്കലിൻ്റെ നേരെ പടിഞ്ഞോട്ട് നടക്കണം. അപ്പോൾ അതുവഴി തന്നെ വെള്ളക്കിണർ ക്ഷേത്രത്തിൽ കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതാൻ ചെയ്യുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ഫെയിലായില്ല. ആദ്യം പോയപ്പോഴത്തേനും സൈറ്റ് ബിസിയായിരുന്നു, രണ്ടാമത്തെ തവണ ഫെയിലായിപ്പോയി, മൂന്നാം തവണ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞാൻ ലേണേഴ്സ് ജയിച്ചതിൻ്റെ സന്തോഷം പഠിപ്പിക്കുന്ന സാറിനെ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ, അവിടെ പ്രിൻ്റ് എടുക്കാൻ അവിടെ തുറക്കാത്തത് കൊണ്ട് അങ്ങനെ പുള്ളി എടുത്ത് കൊണ്ട് കൊടുക്കേണ്ടി വന്നു. അത് YMC ചെന്നു, അതെല്ലാം കൊടുത്തിട്ട് തിരിച്ച് നേരെ ഇരട്ടക്കുളങ്ങര ബസ് കയറി കുറവന്തോട് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ പടിഞ്ഞാറോട്ട് നടക്കുവാണ്. നടന്ന് വരുന്ന വഴിയിൽ ഞങ്ങളുടെ റോഡിൻ്റെ ഇറക്കത്തിൽ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് 2 ആടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി നിന്നപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു പെട്ടി വണ്ടി പാസ് ചെയ്ത് പോയായിരുന്നു. അത് ഭയങ്കര ഓവർലോഡെന്ന് വേണം പറയാനായിട്ട്. അത് പോക്കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അത് മലന്ന് തന്നെ വീണ്. അങ്ങനെ പുള്ളീനെ രക്ഷിക്കണമല്ലോ അതിനകത്തിരുന്ന്, അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചു കൂട്ടി. അങ്ങനെ പുള്ളീനെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ദേവുവിൻ്റെ മാസ്റ്റർ കിഡ്സിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ഇന്ന് കൊടുക്കുവാണ്, വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ധൃതി പിടിച്ച് ഒരുങ്ങിക്കെട്ടി എൻ്റെ മകളെയും എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമായിരുന്നു. പോയി അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റും മെഡലൊക്കെ വാങ്ങിച്ച് ദേവു അവിടെ നിന്ന് ഞാനും താമസിച്ചും തിരിച്ചു വന്നു.